നമസ്കാരം, എല്ലാവർക്കും ലോജിക് മാത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. സാധാരണ പലിശയും കൂട്ടുപലിശയും മത്സര പരീക്ഷകളുടെ സ്ഥിരം സാന്നിധ്യമായ രണ്ട് ടോപ്പിക്കുകളാണിത്. ഇതിൽ സാധാരണ പലിശയാണ് നമ്മൾ ഇന്ന് വീഡിയോ ക്ലാസ്സിനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. വളരെ വലിയൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടുകളായാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പാർട്ടാണ് ഇന്ന് കാണാൻ പോകുന്നത്. സാധാരണ പലിശ ചെയ്യുന്നതിനായിട്ട് ഏതൊക്കെ സൂത്രവാക്യങ്ങൾ പഠിക്കണം, അതെങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം, അതിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്, ആ ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഡൗട്ടുകളും ഒക്കെ കമന്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. സാധാരണ പലിശ. സാധാരണ പലിശയെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് സൂത്രവാക്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന് ഇൻട്രസ്റ്റ് കണ്ടെത്താൻ, അതായത് പലിശ കണ്ടെത്താനുള്ള സൂത്രവാക്യം. രണ്ടെന്ന് പറയുന്നത് എമൗണ്ട്, അതായത് പലിശയടക്കം, പലിശ ഉൾപ്പെടെ എത്ര രൂപ തിരികെ ലഭിക്കുമെന്ന് ചോദിച്ചാൽ ആ എമൗണ്ട് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ. അത് ആ ഫോർമുല പഠിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും, എങ്കിലും രണ്ട് ഫോർമുല അറിഞ്ഞിരിക്കുക. ഒന്നാമത്തെ ഫോർമുല നമുക്കൊന്ന് പറയാം. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇത്ര പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് ഇത്ര രൂപ മുതലിന് 2 വർഷത്തേക്ക് അല്ലെങ്കിൽ ഇത്ര കാലാവധിയിൽ ഇത്ര പെർസെൻറ്റേജ്, സംതിങ് പെർസെൻറ്റേജ് പറഞ്ഞിരിക്കും, അത്രയും പലിശ നിരക്കിൽ എത്ര രൂപ ഇൻട്രസ്റ്റ് ലഭിക്കും, പലിശ എത്ര ലഭിക്കും എന്ന് ചോദിക്കും. അപ്പോൾ ആ ചോദ്യത്തിൽ നമുക്ക് പലിശ കണ്ടെത്താൻ എന്ന് പറയുന്നത് I is equal to PNR/100. ക്യാപിറ്റൽ ലെറ്റർ നമുക്ക് യൂസ് ചെയ്യാം. I is equal to PNR/100 എന്നാണ്. അതായത് പലിശ കണ്ടെത്താനാണ്, ഇൻട്രസ്റ്റ് കണ്ടെത്താൻ. അപ്പോൾ ഇവിടെ I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ ആണ്. ദെൻ P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് അഥവാ മുതലാണ്. എത്ര രൂപയാണോ നമ്മൾ നിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പിൻവലിക്കുന്നത്, എടുക്കുന്നത്, അതാണ് നമ്മുടെ മുതൽ എന്ന് പറയുന്നത്. ദെൻ N എന്ന് പറയുന്നത് വർഷങ്ങളുടെ എണ്ണമാണ്, വർഷങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ കാലാവധി എന്ന് നമ്മൾ പറയും. ദെൻ R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഥവാ പലിശ നിരക്ക് ആണ്. ഇതാണ് ഈ 4 ലെറ്റർ കൊണ്ട് ഡോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പലിശയാണ് ചോദ്യം. പലിശ എത്രയെന്ന് ചോദിക്കുന്നത് ഈ ഫോർമുല യൂസ് ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പലിശയടക്കം എത്ര രൂപ മുതൽ കിട്ടും, എത്ര രൂപ തിരികെ ലഭിക്കും. അതായത് പലിശ കൂടി നമ്മൾ ഒരു പൈസ, ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് കൊണ്ടിടുന്നു, അവിടെ നിന്ന് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ എത്ര രൂപ നമുക്ക് തിരികെ ലഭിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. ആ ഇൻട്രസ്റ്റിനെ പ്രിൻസിപ്പൽ എമൗണ്ടിനൊപ്പം ആഡ് ചെയ്യാം. അതായത് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് നമ്മുടെ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇട്ട രൂപ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. ഇനി ഇതുപോലെ സിമ്പിൾ ആയിട്ട് ആദ്യമായി കണ്ടുപിടിച്ചതിന് ശേഷം പ്രിൻസിപ്പൽ എമൗണ്ടിനൊപ്പം ആഡ് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് ഫോർമുലയിൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ, നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. അതിങ്ങനെയാണ് A is equal to P into, ഒന്നുകിൽ ഇങ്ങനെ പഠിക്കുക, 1 plus NR/100 or A is equal to P into 100 plus NR/100. രണ്ടും ഒരേ ഫോർമുല തന്നെയാണ്. നമ്മൾ ക്രോസ് ചെയ്ത് എഴുതിയേക്കുന്നത് നോക്കൂ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരു സ്റ്റെപ്പ് കുറച്ച് നമ്മളിവിടെ ഈ സ്റ്റെപ്പിൽ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്, ഒരു സ്റ്റെപ്പ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ഫോർമുലയും പഠിച്ചു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള, സാധാരണ പലിശയുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് സാധാരണ പലിശയിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെറുതിൽ നിന്നും വലുതിലേക്ക്, അതായത് സിമ്പിൾ നിന്നും കോംപ്ലക്സിലേക്ക് നോക്കാം. എന്താണ് ആദ്യത്തെ ചോദ്യം നോക്കാം. 2500 രൂപ 12% സാധാരണ പലിശ കിട്ടുന്ന ബാങ്കിൽ 3 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ കിട്ടുന്ന പലിശ എത്ര? ഡയറക്റ്റ് ചോദ്യമാണ്, പലിശ കണ്ടെത്താനാണ്. സോ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫോർമുല, പലിശ കണ്ടെത്താനുള്ള ഫോർമുല നമുക്കറിയാം. I is equal to PNR/100 എന്നാണ്. നോക്കാം, ഇവിടെ എത്ര രൂപ നിക്ഷേപിക്കുന്നു, അതാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ 2500 രൂപ നമ്മൾ നിക്ഷേപിക്കുകയാണ്. സോ നമ്മുടെ P എന്ന് പറയുന്നത് 2500 ആയിരിക്കും. ഇനി N എന്ന് പറയുന്നത് 3 വർഷത്തേക്കാണ്, നമ്പർ ഓഫ് ഇയേഴ്സ് 3 വർഷത്തേക്കാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12%. ഡയറക്റ്റ് എല്ലാം ചോദ്യം തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 2500 ഇൻറ്റു N എന്ന് പറയുന്നത് 3 ഇൻറ്റു 12/100. നമുക്ക് ഈ 0 ക്യാൻസൽ ആയി പോകും. സോ ഡിനോമിനേറ്റർ അങ്ങ് ഇല്ലാണ്ടാവും. ബാക്കി മൾട്ടിപ്ലൈ 25 ഇൻറ്റു 3 75, 75 ഇൻറ്റു 12 എന്ന് പറയുന്നത് 900. അപ്പൊ 900 രൂപയായിരിക്കും ഇവിടുത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പ്രതിവർഷം 8% നിരക്കിൽ സാധാരണ പലിശയ്ക്ക് 5000 രൂപ വായ്പ എടുത്ത ഒരാൾ 3 വർഷം കഴിഞ്ഞ് കടം വീട്ടാൻ അടയ്ക്കേണ്ട തുക എത്ര?
ചോദ്യം കൃത്യമായി വായിച്ചാൽ മനസ്സിലാകും. തുകയാണ്, തിരിച്ചടയ്ക്കേണ്ട തുകയാണ് ചോദിച്ചിരിക്കുന്നത്. കടമെടുത്തതിൽ തിരിച്ചടയ്ക്കേണ്ട തുകയാണ്, ഇൻട്രസ്റ്റ് അല്ല ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എമൗണ്ട് ആണ്. സോ നമുക്ക് രണ്ടാമത്തെ ഫോർമുല യൂസ് ചെയ്യാം. ആ രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത് എമൗണ്ട് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് പി ഇൻറ്റു 100 പ്ലസ് NR/100 എന്നാണ്. അല്ലെങ്കിൽ ആദ്യത്തെ ഫോർമുല യൂസ് ചെയ്യാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് എത്ര രൂപയാണ് നമ്മൾ കടമെടുത്തെന്ന് ചോദിച്ചാൽ 5000 രൂപയാണ് നമ്മൾ കടമെടുത്തത്. അതുകൊണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 5000 ഇൻറ്റു 100 പ്ലസ് NR. 100 പ്ലസ് NR എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്കറിയാം 3 വർഷമാണ്. സോ 3 ഇൻറ്റു 6 എന്ന് പറയുന്നത് 8% ബൈ 100. ദാറ്റ്സ് ഈക്വൽ ടു 5000 ആണ്. ദെൻ 5000 ഇൻറ്റു 3 ഇൻറ്റു 8 എന്ന് പറയുന്നത്, ഇത് ആദ്യം ആഡ് ചെയ്യരുത്, ബോട്ട് മാസ് 0 അനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 8 എന്ന് പറയുന്നത് 24 ആണ്. 324 ആണ്. 24 പ്ലസ് 100 എന്ന് പറയുന്നത് 124 ബൈ 100 ഇൻറ്റു 0. 2 0 ക്യാൻസൽ ആയി പോകും. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50 ഇൻറ്റു 124 എന്ന് പറയുന്നത് 6200 എന്ന് നമുക്ക് കിട്ടാം. അപ്പോൾ ഓർക്കുക, പലിശയാണോ പലിശ അടക്കം മുതലാണോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങാൻ. 2,40,000 രൂപയ്ക്ക് 9% നിരക്കിൽ 9 മാസത്തേക്ക് എത്ര രൂപ പലിശ കൊടുക്കണം? ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് നോക്കാം. നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് മുതലെന്ന് പറയുന്നത് 2,40,000 രൂപയാണ്. ഇനി പറയുന്നത് 9% നിരക്കിൽ, അതായത് R is equal to 9%. ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി പറയുന്നത് 9 മാസത്തേക്ക് N is equal to 9 മാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒരിക്കലും മാസത്തിലായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നത്, നമ്മൾ പറയുന്നത് വർഷങ്ങളുടെ എണ്ണം എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ ഈ 9 മാസത്തിന് വർഷത്തിലേക്ക് മാറ്റുക. അതായത് ആകെ 12 മാസങ്ങളാണ് ഒരു വർഷത്തിലുള്ളത്. അപ്പോൾ 9 മാസം നമ്മൾ മാറ്റി എഴുതേണ്ടത് 9/12 വർഷം എന്നാണ്. അപ്പോൾ മാസത്തിനെ മാറ്റി എഴുതാനാണ്, മാസമാണ് തന്നിരിക്കുന്നതിന് കൃത്യമായി നമ്മൾ അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വർഷമാക്കി മാറ്റുക. അപ്പോൾ മാസത്തിൽ എവിടെയാണെങ്കിലും മാസത്തിൽ പറഞ്ഞിരിക്കുന്നുവെങ്കിൽ അതിനെ 12 ഡിവൈഡ് ചെയ്യുക, അതിന് നമ്മൾ വർഷത്തിലേക്ക് മാറ്റുന്നു. ഇനി നമുക്ക് ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പലിശയാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ I is equal to PNR/100. സോ P എന്ന് പറയുന്നത് 2,40,000 ഇൻറ്റു N എന്ന് പറയുന്നത് 9/12 ഇൻറ്റു R എന്ന് പറയുന്നത് 9% ഹോൾ ഡിവൈഡ് ബൈ 100. നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ 2 zeros ക്യാൻസൽ ആയി പോയി. 12ഉം 24 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. ബാക്കി 2 zeros. അപ്പോൾ 9 × 9 81. 81 × 2 എന്ന് പറയുന്നത് 162. ഈ 2 zeros, അതായത് 16,200 രൂപയായിരിക്കും നമ്മുടെ പലിശ എന്ന് പറയുന്നത്. 1,20,000 രൂപയ്ക്ക് 9.5% നിരക്കിൽ 8 മാസത്തേക്ക് എത്ര രൂപ പലിശ കൊടുക്കണം? ഇവിടെ നമുക്ക് നോക്കാം. പ്രശ്നം എന്താണെന്ന് നോക്കാം. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 1,20,000 രൂപയാണ്. ദെൻ 9% നിരക്കിൽ, അതായത് R is equal to 9.5%. അതിനെ നമ്മൾ എക്സെപ്റ്റ് ഫ്രാക്ഷനായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ഇംപ്രോപ്പറിലേക്ക് മാറ്റും. അതായത് 2 × 9 18 പ്ലസ് 1 19/2%. ദെൻ നിരക്കിൽ 8 മാസത്തേക്ക്, അതായത് N എന്ന് പറയുന്നത് 8 മാസമാണ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ 8/12 ആക്കി മാറ്റാം. ഇനി നമുക്ക് പലിശയാണ് ചോദ്യം. അതായത് I is equal to PNR/100. ദാറ്റ് ഈസ് P എന്ന് പറയുന്നത് 1,20,000 ഇൻറ്റു N എന്ന് പറയുന്നത് 8/12 ഇൻറ്റു R എന്ന് പറയുന്നത് 19/2 ഹോൾ ഡിവൈഡ് ബൈ 100. 0 0 ക്യാൻസൽ ആയി പോകും. നേരത്തെ പറഞ്ഞതുപോലെ 12 നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം. 1 12 12 2 zeros ബാക്കിയുണ്ട്. ദെൻ 2ഉം 8 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 എന്നാണ്. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 19 എന്ന് പറയുന്നത് 4 × 19, 4 × 9 എന്ന് പറയുന്നത് 36, 7 1 4 3 7. 2 zeros കുറവുണ്ട്. ഈ zeros, ദാറ്റ് ഈസ് 7,600 രൂപയായിരിക്കും നമുക്ക് പലിശ ഇനത്തിൽ കിട്ടുന്നത്. 6,500 രൂപയ്ക്ക് 5% സാധാരണ പലിശ നിരക്കിൽ 73 ദിവസത്തെ പലിശ എത്ര? ഇവിടെയുള്ള പ്രശ്നം മാസത്തിലല്ല, പലിശ പറഞ്ഞിരിക്കുന്നത് 73 ദിവസത്തേക്കെന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 6,500 രൂപയാണ്. ഇനി 5% സാധാരണ പലിശ നിരക്കിൽ, അപ്പോൾ R എന്ന് പറയുന്നത് 5%. N എന്ന് പറയുന്നത് 73 ദിവസമാണ്. അപ്പൊ മാസമാണ് പറയുന്നതെങ്കിൽ നമ്മൾ നോക്കും ഒരു വർഷത്തിൽ എത്ര മാസം ഉണ്ട് എന്ന് നോക്കും. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ദിവസം 73 ദിവസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദിവസം ഒരു വർഷത്തിൽ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കുക. 365 ദിവസമാണ്. അതുകൊണ്ട് 73/365 നമ്മൾ എടുക്കും.
അങ്ങനെ ഡിവൈഡ് ചെയ്യാം. മാസമാണെങ്കിൽ 12 കൊണ്ടും ദിവസമാണെങ്കിൽ 365 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. ഇനി നോക്കാം I is equal to PNR by 100. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P എന്ന് പറയുന്നത് 6500 ആണ്, ഇൻറ്റു N എന്ന് പറയുന്നത് 73 ആണ്, 73/365 ആണ്, ഇൻറ്റു R എന്ന് പറയുന്നത് 5% ആണ് ബൈ 100. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2 സീറോസ് ക്യാൻസൽ ആയി. 73ഉം 365 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. എത്ര കൊണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് 73നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടും, അതായത് 5 എന്ന് കിട്ടും. ഈ 5ഉം ക്യാൻസൽ ആയി പോയി. ബാക്കിയുള്ളത് 65 രൂപ എന്നാണ്. സോ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 65 രൂപയായിരിക്കും. 6% സാധാരണ പലിശ നിരക്കിൽ ഒരു വർഷം 300 രൂപ പലിശ കിട്ടുന്നുവെങ്കിൽ ഒരാൾ ബാങ്കിൽ എത്ര രൂപ നിക്ഷേപിക്കണം? കോൺവേഴ്സ് പാർട്ടാണ്. അതായത് പലിശ കണ്ടുപിടിക്കുന്നതിന് പകരം പലിശ തന്നിട്ട് ബാക്കി ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. നോക്കാം. 6% സാധാരണ പലിശ നിരക്കിൽ, സോ R is equal to 6%. സാധാരണ പലിശയാണ്. 300 രൂപ പലിശ കിട്ടുന്നുവെങ്കിൽ ഒരു വർഷമാണ്. സോ N എന്ന് പറയുന്നത് 1 ഇയർ ആണ്. പലിശ I is equal to 300 എന്ന് പറഞ്ഞിട്ടുണ്ട്. 300 രൂപയാണ് കിട്ടുന്നതെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് ചോദ്യം. എത്ര രൂപ നിക്ഷേപിക്കണമെന്നാണ്. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I is equal to PNR by 100. അറിയാവുന്നതെല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I എന്ന് പറയുന്നത് 300 ആണ്. ഈക്വൽ ടു P നമുക്ക് അറിയില്ല. സോ P ഇൻറ്റു N എന്ന് പറയുന്നത് 1 ആണ്, ഇൻറ്റു R എന്ന് പറയുന്നത് 6 ആണ്, ബൈ 100. P ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ബാക്കി എല്ലാത്തിനും ഇവിടേക്ക് കൊണ്ടുവരാം. അതായത് 100നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഹരിച്ചിരിക്കുന്ന 100 ഇവിടേക്ക് വരുമ്പോൾ 100 ഗുണിക്കും. അതായത് 300 × 100 എന്നായി. ഈ ഗുണിച്ചിരിക്കുന്ന 6 ഇവിടേക്ക് വരുമ്പോൾ താഴെ ഹരിക്കും. 1 P കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ P തന്നെ കിട്ടുന്നു. ക്യാൻസൽ ചെയ്യാം. 5 6 30 0, അതായത് 5000 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് P is equal to 5000 രൂപ. ഒരാൾ 8000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചത് 4 വർഷത്തിന് ശേഷം 9600 രൂപയായി തിരികെ ലഭിച്ചാൽ പലിശ നിരക്ക് എത്ര ശതമാനമായിരിക്കും? രണ്ട് രീതിയിൽ ചെയ്യാം. നമ്മൾ രണ്ടാമത് പഠിച്ച ഫോർമുലയിൽ അപ്ലൈ ചെയ്തും ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് I വെച്ചും ചെയ്യാം. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ആദ്യത്തെ ഫോർമുല വെച്ച് I is equal to PNR വെച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ I is equal to PNR by 100. നമ്മൾ നോക്കുക, നമുക്ക് എന്തൊക്കെ അറിയാം, എന്തൊക്കെ കണ്ടുപിടിക്കണം എന്ന് നോക്കാം. ഒരാൾ 8000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചത്, അപ്പൊ 8000 രൂപയാണ് നിക്ഷേപിച്ചത്. അതായത് P എന്ന് പറയുന്നത് 8000 രൂപയാണ്. ഇനി 4 വർഷത്തിന് ശേഷം, അപ്പോൾ N എന്ന് പറയുന്നത് 4 വർഷമാണ്. ദെൻ 9600 രൂപ തിരികെ ലഭിച്ചാൽ, അതായത് പലിശ കൂടെ കൂട്ടിയതിന് ശേഷം 9600 രൂപ തിരികെ ലഭിച്ചു. അതായത് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 9600 രൂപയാണ്. എങ്കിൽ നമ്മുടെ പലിശ എന്ന് പറയുന്നത്, നമ്മൾ ഇട്ട രൂപ എന്ന് പറയുന്നത് 8000 രൂപയാണ്, കിട്ടിയത് 9600 ആണ്. അപ്പോൾ 9600 മൈനസ് 8000 ആയിരിക്കും ഇവിടെ പലിശ. അതായത് 1600 രൂപയായിരിക്കും ഇവിടുത്തെ പലിശ എന്ന് പറയുന്നത്. എങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പലിശ നിരക്ക്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും എന്നാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1600 is equal to P എന്ന് പറയുന്നത് 8000 ഇൻറ്റു N എന്ന് പറയുന്നത് 4 വർഷം ഇൻറ്റു R എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, ബൈ 100. നമുക്ക് ഈ 0 2 0 ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് R is equal to കണ്ടുപിടിക്കാനായിട്ട് ഈ ഗുണിച്ചിരിക്കുന്നത് താഴേക്ക് വരും. അതായത് R is equal to 1600 ലെഫ്റ്റ് സൈഡിലുണ്ട്, ബൈ ഇത് വരുമ്പോൾ താഴേക്ക് പോവും, 80 ഇൻറ്റു 4 എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്യാം. ഈ 0യും ഈ 0യും ക്യാൻസൽ ആയി പോയി. 2 8 16 0, അതായത് ക്യാൻസൽ ചെയ്യുമ്പോൾ 5 എന്ന് വരും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5% ആണെന്ന് മനസ്സിലാവും. 100 രൂപയ്ക്ക് 6 മാസത്തെ പലിശ 7 രൂപയായാൽ പലിശ നിരക്ക് എന്ത്? പറഞ്ഞിരിക്കുന്നത് 100 രൂപയ്ക്ക് 6 മാസത്തെ പലിശ 7 രൂപയായാൽ, നമുക്കൊന്ന് ഇക്വേഷൻ വെച്ച് ചെയ്യാം, അല്ലാതെ ചെയ്യാം. ഇക്വേഷൻ വെച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ 100 രൂപയ്ക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 100 രൂപ. 100 രൂപയ്ക്ക് 6 മാസത്തെ പലിശ, സോ നമ്മൾ N എന്ന് പറയുന്നത് 6 മാസമാണ്, അതായത് 6/12. പലിശ 7 രൂപയായാൽ, അപ്പോൾ I എന്ന് പറയുന്നത് 7 രൂപയാണ്. അങ്ങനെയെങ്കിൽ പലിശ നിരക്ക് എന്ത്? സോ I is equal to PNR by 100. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് I എന്ന് പറയുന്നത് 7 രൂപ എന്നറിയാം, P 100 ആണ്, ഇൻറ്റു N എന്ന് പറയുന്നത് 6/12 എന്നാണ്, 6 അറിയില്ല, ബൈ 100. ഈ 100 ക്യാൻസൽ ആയി പോയി. ബാക്കി 6ഉം 12 ക്യാൻസൽ ചെയ്യുമ്പോൾ 1/2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളത് 7 സമം 1/2 ഇൻറ്റു 6 എന്നാണ്. 2 ഇവിടേക്ക് വരുമ്പോൾ, 2 ഹരിച്ചിങ് 2 ഇവിടേക്ക് വരുമ്പോൾ 2 7 ഇൻറ്റു 2 എന്നാവും.
ഇസ് ഈക്വൽ ടു 6 14 6 അതായത് 14% ആയിരിക്കും. ഇത് ഫോർമുല ഇല്ലാതെ ചിന്തിക്കാം. 100 രൂപയ്ക്ക് 6 മാസത്തേക്ക് പലിശ 7 രൂപ പലിശയാണ്. നമുക്കറിയുന്ന കാര്യം എന്ന് പറയുന്നത് പലിശ നിരക്കെന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് എത്ര രൂപ എന്നാണ്. 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക്. അപ്പോൾ 100 രൂപയ്ക്ക് 6 മാസത്തേക്ക് 7 രൂപയാണെങ്കിൽ ഒരു വർഷത്തേക്ക്, അതായത് ഒരു വർഷത്തിന്റെ പകുതിയാണ് 6 മാസം, ഒരു വർഷമാകുമ്പോൾ ഇതിന്റെ ഇരട്ടിയാവും, അതായത് 14 രൂപയാകുമെന്ന് വേണമെങ്കിൽ നമുക്ക് ചെയ്യാതെ ഉത്തരം എഴുതാം. അപ്പോൾ ആ ഒരു ഐഡിയ പെട്ടെന്ന് ക്ലിക്ക് ആവാത്തവര് ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാം. 1000 രൂപയ്ക്ക് 12% പലിശ നിരക്കിൽ എത്ര വർഷത്തെ സാധാരണ പലിശയാണ് 240 രൂപ? പറഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 1000 രൂപയാണ്. പലിശ നിരക്കും പറഞ്ഞിട്ടുണ്ട്, R is equal to 12% ആണ്. ദെൻ എത്ര വർഷത്തെ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്, എത്ര വർഷത്തെ സാധാരണ പലിശയാണ് I ആണ് 240 എന്നാണ് ചോദ്യം. എല്ലാം അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I is equal to PNR by 100 is equal to P എന്ന് പറയുന്നത് 1000 into N എന്ന് പറയുന്നത് അറിയില്ല, പിന്നെ R എന്ന് പറയുന്നത് 12% by 100. I നമുക്കറിയാം, ഇവിടെ 240 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഈ 2 സീറോസ് ക്യാൻസൽ ആയി പോയി. ബാക്കി ഈ ഗുണിച്ചിരിക്കുന്ന 10ഉം 2ഉം വരുമ്പോൾ ഇവിടേക്ക് വരുമ്പോൾ താഴേക്ക് പോകും, അതായത് 10 into 12 is equal to N എന്നാവും. 0 0 ക്യാൻസൽ ആയി പോയി. 12ഉം 24 കിട്ടുമ്പോൾ 2 എന്ന് കിട്ടും, അതായത് N is equal to 2, അതായത് 2 വർഷം എന്നായിരിക്കും ആൻസർ. അപ്പോൾ സാധാരണ പലിശയിലുള്ള ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഇത് കൂടാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി സാധാരണ പലിശയിൽ ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.